നമസ്കാരം. ടുഡേ ന്യൂസിലേക്ക് സ്വാഗതം. തൈപ്പൂയ രഥോത്സവത്തിനൊരുങ്ങി പാലൂർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം. പൌരാണിക ആചാരാനുഷ്ഠാനങ്ങളാൽ സമ്പുഷ്ടമായ മഹാരഥോത്സവത്തിന്റെ ഭാഗമായുള്ള കാവടി പുറപ്പാടിന് പ്രൌഢമായ ചടങ്ങുകളോടെ തുടക്കമായി. ജ്യോതിഷ പ്രവചനത്താലും സർവമത തീർത്ഥാടന കേന്ദ്രമായും പ്രശസ്തിയാർജിച്ച പാലൂർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം ഇനി ഉത്സവഛായയിൽ ആറാടും. ആചാരാനുഷ്ഠാനങ്ങളാൽ സമ്പുഷ്ടമായ ജ്യോതിഷ പ്രവചനത്തിലൂടെ സത്കീർത്തി നേടിയ പാലൂർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ഇനി ഉത്സവനാളുകൾ. ധനുമാസത്തിലെ പൂയം നാൾ തൊട്ടു തുടങ്ങി മകരമാസത്തിലെ തൈപ്പൂയം നാൾ വരെ ഒരു മാസക്കാലം നീണ്ടുനിൽക്കുന്ന ആചാരാനുഷ്ഠാനങ്ങളോടെയുള്ള ആഘോഷ പൊലിമയ്ക്ക് കാവടി പുറപ്പാടോടെ തുടക്കമായതായി പാലൂർ കളരിയിലെ ഇപ്പോഴത്തെ കാരണവരും ക്ഷേത്രത്തിലെ പ്രധാന പൂജാരിയുമായ ഉണ്ണികൃഷ്ണ പണിക്കർ പറഞ്ഞു. ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ തൈപ്പൂയ രഥോത്സവം ഡിസംബർ 29 വെള്ളിയാഴ്ച കാവടിപ്പുറപ്പാടോടുകൂടി ആരംഭിക്കുന്നു. ധനുമാസത്തിലെ പൂയനാൾ മുതൽ മകരമാസത്തിലെ തൈപ്പൂയം നാൾ കൂടി ആഘോഷിക്കുന്ന മഹാരഥോത്സവത്തിന് 2024 ജനുവരി 18 തൃക്കൊടിയേറ്റവും ജനുവരി 26 വെള്ളിയാഴ്ച മഹാരഥോത്സവവും ഭംഗിയായി ആഘോഷിക്കുന്നതിന് ഏവരെയും പാലൂരപ്പൻ്റെ നാമധേയത്തിൽ സ്വാഗതം ചെയ്യുന്നു. പൌരാണിക കാലം മുതൽ തന്നെ അനുഷ്ഠിച്ചു വരുന്ന ആചാരങ്ങളാലും ഐതിഹ്യങ്ങളാലും സമ്പുഷ്ടമാണ് പാലൂർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം. ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന മഹാരഥോത്സവത്തിന് കാവടി പുറപ്പാടോടെ നാന്ദി കുറിക്കുമ്പോൾ ചടങ്ങുകളും ഏറെയുണ്ട്. ജനുവരി 18 കൊടിയേറ്റം, അത് കഴിഞ്ഞ 9 ഉത്സവം ഇപ്പോൾ വരുന്നുണ്ട്. കാവടിയുടെ പ്രധാനം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എല്ലാ വീട്ടിലും പോയി സഞ്ചരിക്കുക, ഊര് ചുറ്റമൊക്കെ പറയുന്നതാണ്. അവിടുത്തെ എല്ലാവർക്കും കാവടി എടുക്കുന്ന വീട്ടിൽ നിന്നൊക്കെ പൈസ ആയിട്ടും അരിയായിട്ടും പല വ്യഞ്ജനങ്ങൾ തരും. അത് വെച്ച് ആണ്ടിവിട്ട് കഴിക്കാതെ പറയും. ദേശക്ഷേത്രമായ ആലഞ്ചേരി ഭഗവതിയെ വണങ്ങി ക്ഷേത്രം പ്രദക്ഷിണം ചെയ്ത് ആറ്റുപുറത്തുമനയിൽ നൂറ്റാണ്ടുകളായി നടന്നു വരാറുള്ള കാവടി പൂജ, അതിനുശേഷം കാവടിക്കൂട്ടങ്ങൾ ക്ഷേത്രത്തിൽ തിരിച്ചെത്തി മേളത്തോടുകൂടി ക്ഷേത്രത്തിൽ വന്നു കയറുന്നതോടുകൂടി ഈ ഊരുചുറ്റലിന് തുടക്കമാകും. 10 ദേശങ്ങളിലാണ് കാവടി ഊരുചുറ്റൽ. വാദ്യഘോഷങ്ങളുടെ ആരവത്തോടെ കാവടി പുറപ്പെട്ട് തട്ടകത്തമ്മയെ വണങ്ങി യഥാവിധി ആറ്റുപുറത്ത് മനയിൽ ചെന്ന് കാവടി പൂജയും നടത്തിയ ശേഷം 10 ദേശങ്ങളിലെ വീടുകളിൽ ചെന്ന് മഹാരഥോത്സവ വിളംബരം നടത്തും. പാലൂർ കളരിയിലെ മുൻ കാരണവരായ വലിയ പൂശാലി കൃഷ്ണൻകുട്ടി പണിക്കർ സ്വാമികളുടെയും മക്കളായ നാരായണ പണിക്കരുടെയും ഉണ്ണി പണിക്കരുടെയും ജ്യോതിഷ പ്രവചനത്തിൽ സന്തുഷ്ടനായ മുസ്ലിം ദിവ്യൻ വീരാൻ ഔലിയ പട്ടിൽ പൊതിഞ്ഞു നൽകിയ ഉപഹാരം ഇന്നും നിധി പോലെ സൂക്ഷിച്ചുകൊണ്ടാണ് ക്ഷേത്രം സർവ്വമതസ്ഥരെയും സ്നേഹത്തോടെ ചേർത്തു നിർത്തുന്നത്. നാനാദിക്കിൽ നിന്നും ആശ്രയം തേടി തങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പ്രതിവിധികൾ തേടി എത്തുന്നവർക്ക് മുന്നിൽ ജാതിമത ഭേദമന്യേ അനുഗ്രഹാശിഷുകൾ ചൊരിയുകയാണ് പാലൂരപ്പൻ. വീരാൻ ഔലിയ എന്ന മുസ്ലിം പണ്ഡിതൻ, അദ്ദേഹം ഇവിടെ സന്ദർശിക്കുകയും ഞങ്ങളുടെ അച്ഛന്മാരുമായിട്ട് ജ്യോതിഷ വിഷയത്തിൽ സംസാരിച്ച് അദ്ദേഹം സംതൃപ്തനായതിനു ശേഷം അവർക്ക് വീരാനോലിപ്പാപ്പയുടെ ഇത് ബർക്കത്താണ് എന്നും പറഞ്ഞ് ഒരു പട്ടിൽ പൊതിഞ്ഞ
കിഴി സമ്മാനിക്കുന്നു. തലമുറകളോളം പകർന്നു കിട്ടിയ സുബ്രഹ്മണ്യ സ്വാമിയുടെ അനുഗ്രഹം തന്നെയാണ് ക്ഷേത്രത്തെ ഇന്നിന്റെ കാലത്ത് പ്രശസ്തിയുടെ അത്യുന്നതയിലെത്തിക്കുന്നത്. സ്വാമിയുടെ ആശ്രിതന്മാരായി അനുഗ്രഹം തേടിയെത്തുന്നവർക്കെല്ലാം പറയാനുണ്ട് തങ്ങളുടെ ദുരിതങ്ങളിൽ മോചനം നൽകിയ അനുഗ്രഹത്തിന്റെ കഥ. മതസൗഹാർദ്ദത്തിന്റെ മഹോത്സവമായ പകലിരവുകളെ ഉത്സവഛായയിൽ ആറാടിക്കുന്ന മഹാരഥോത്സവത്തിനുള്ള ഒരുക്കത്തിലാണ് ക്ഷേത്രവും ഭക്തജനങ്ങളും. താളമേളങ്ങളുടെയും ദൃശ്യകലാവിരുന്നുകളുടെയും അകമ്പടിയോടെ വിശ്വാസവും അനുഷ്ഠാനങ്ങളും പ്രൗഢിയേറ്റുന്ന മഹാരഥോത്സവത്തിൽ നാടും നഗരവും അലിയുന്ന കാഴ്ചയ്ക്കാണിനി പാലൂർ ദേശം സാക്ഷ്യം വഹിക്കുക. ടുഡേ ന്യൂസ്, പെരിന്തൽമണ്ണ. പാലൂർ തൈപ്പൂയ രഥോത്സവം 2024. പാലൂരിലിനി ഉത്സവ ദിനരാത്രങ്ങൾ ജനുവരി 18 മുതൽ 26 വരെ. പാലൂർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം, പുലാമന്തോൾ.